മലബാർ വിക്കിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ ചേർത്തല മുറ ഫാമിൽ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ സുധി ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അവിടെ പുതിയ ലോഡ് വന്നിട്ടുണ്ട്, അതായത് പോത്തിൻ്റെ പുതിയൊരു ലോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും പ്രത്യേകതകളും നമുക്ക് സുധി ചേട്ടനോട് തന്നെ ചോദിക്കാം. സുധി ചേട്ടാ, ഇപ്പോൾ നമ്മൾ ഒരുപാട് ലോഡുകളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വന്ന ലോഡുകളുടെ പ്രത്യേകത എന്താണ്? ഇതിൽ നീലിരവികളുണ്ട്, പഞ്ചാബിൽ നിന്ന് വന്ന ഒറിജിനൽ ബ്രീഡ് നീലിരവിയുണ്ട്, മേഴ്സന ഒറിജിനൽ ബ്രീഡ് ഉണ്ട്, പിന്നെ ജാഫർ ബാദയുടെ കുട്ടിയുണ്ട്. അപ്പം അങ്ങനെ നീലിരവിയൊക്കെ നമ്മൾ മുറ കുട്ടികൾ ഒറിജിനൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ട്. ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരുപാട് ആളുകൾ ഈ നീലരവി എന്നൊക്കെ പറഞ്ഞിട്ട് പലതൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് സുധീരൻ എന്താ പറയാനുള്ളത്? പഞ്ചാബിൽ നിന്നാണ് ശരിക്കും ഒറിജിനൽ നീലരവി ഉള്ളത്. നമുക്കിത് വന്നേക്കുന്ന പഞ്ചാബിൽ നിന്നാണ്, കോഹിനൂർ നീലരവി എന്ന് പറയും. അതിൽ ഏറ്റവും നല്ല ബ്രീഡാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. അതിൻ്റെ ഐ, കണ്ണിൽ തലേന്ന് താടിയുടെ അടി വരെയുള്ള വൈറ്റ്, കാലിൽ വൈറ്റ്, ഊട്ട്, വാല് എല്ലാം പക്ക ഒരു നീലരവിക്ക് പറയുന്ന എല്ലാ ക്വാളിറ്റികളും പക്കയായിട്ടുള്ള നീലരവികളാണ് വന്നേക്കുന്നത്. അതുമല്ല നമ്മൾ എല്ലാവരും 40-50 അങ്ങനത്തെ വലിയ വലിയ വിലകൾ പറയുമ്പോൾ നമ്മൾ വളരെ അതിലൊക്കെ ഒരുപാട് കുറച്ച് ഏറ്റവും മിതമായ വിലയിലാണ് മേഴ്സനെ നീലിരവി എല്ലാം നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഒരുപാട് വലിയ റേറ്റൊന്നും അല്ല ഇതൊക്കെ സെയിലാക്കുന്ന ചെയ്യുന്നത്. അപ്പോൾ മറ്റു ബ്രീഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ നീലരവി എരുമകൾ അല്ലെങ്കിൽ പോത്തുകൾ അവരൊക്കെ എന്താ പ്രത്യേകത നമുക്ക് എന്താ പറയാം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്നൊരു ബ്രീഡാണ് എരുമകളുടെ ഇതിൽ വെക്കുമ്പോൾ നീലിരവി. പിന്നെ ഏറ്റവും ആകർഷകമായ പറഞ്ഞാൽ ഇതിൻ്റെ ഭംഗിയാണ്. പാകിസ്ഥാനിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഇതുള്ളത്. ഇവിടെ വിദേശത്തൊക്കെ എക്സ്പോർട്ട് ചെയ്ത് പോകണമൊക്കെ ഇന്ത്യയിലൊരു എരുമവർഗത്തിൽ ഇതിലും പെട്ട ഒരു ബ്രീഡ് നീലിരവിയാണ്. അത്രയ്ക്ക് ഭംഗിയാണ് അവന് വലുതായി കഴിഞ്ഞാൽ കാണുന്ന നല്ല രസമാണ് അതിനെ കാണാൻ. അതാണ് അതിൻ്റെ ഒരിത്. എല്ലാവരും ഒരു ക്രേസായിട്ടൊക്കെ വളർത്തുന്ന ഒരു ബ്രീഡാണിത്. പിന്നെ വളച്ചൽ മുറയെ പോലെ തന്നെ നല്ല രീതിയിൽ സൈസിൽ പോകുന്ന ഒരിതാണ് നീലിരവി. കുറച്ച് കാര്യങ്ങളാണ് അതിനുള്ളത്. പിന്നെ ഈ ലോഡിൽ ഇപ്പോൾ മെഹ്സന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ? മുറയെ പോലെ അല്ലെങ്കിൽ മുറയേക്കാൾ ഉപരി വലിപ്പം വെക്കുന്ന ഒരു ഇനാണ് മേഴ്സന. മേഴ്സനയുടെ കൊമ്പുകൾ ഇങ്ങനെ റാബുല വരുന്ന അത് പക്കാ ക്വാളിറ്റി ഒറിജിനൽ മേഴ്സന നമുക്കിവിടെ ഇന്നുണ്ട്. അപ്പോൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ 2 പോത്തുകളെന്ന് അവകാശപ്പെടുന്നതിൽ ഒരു പോത്ത് മേഴ്സനയാണ്. നമ്മുടെ തൃശ്ശൂരുള്ള 2 പോത്തുകളിൽ ആ ഒരു പോത്ത് മേഴ്സനാണ്. അത്രയും തന്നെ അവർ തന്നെ അതിൽ 2200 കിലോക്ക് അതിന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് മേഴ്സന. അതിൽപ്പെട്ട വലിയ വെക്കുന്ന മേഴ്സനയാണ് ഇവിടെ നിൽക്കുന്നത്. അതിൽ അതിൻ്റെ എല്ലാ ബ്രീഡും എല്ലാ ഇതുകളും സോനുകളെല്ലാം ഓക്കെയാണ്, പക്കയാണ്. അപ്പോൾ ഈ വന്നിരിക്കുന്ന ലോഡിലുള്ള ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുക്കും. കൊടുക്കും. ജാഫർ ബായുടെ ഒരു കുട്ടിയുണ്ട്, അതിനെ ഇപ്പോൾ കാണിക്കാം, മേഴ്സനെ കാണിക്കാം. നമ്മൾ എല്ലാവരും കൊടുക്കുന്നതിനേക്കാളൊക്കെ ഒരു നല്ല രീതിയിൽ മാക്സിമം വില കുറച്ചാണ് കൊടുക്കുന്നത്. നമുക്ക് ഒരു മിതമായ അവർക്കും എന്തെങ്കിലും കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു സങ്കല്പം നമ്മൾ വളർത്തുന്ന ഒരാൾ കൂടെ ഉള്ളത് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ അതും കൂടെ എഴുതിക്കൊണ്ട് ഏറ്റവും വിലക്കുറവിൽ തന്നെയാണ് ബെസ്റ്റ് ക്വാളിറ്റി നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സുധീരന, ഇപ്പോൾ ആരെങ്കിലും ഒക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി എങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമുക്ക് വണ്ടികളുണ്ട്, നമ്മൾ മാക്സിമം നമ്മൾ എത്തിക്കാറുണ്ട്. കുറഞ്ഞ ചിലവിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ദൂരത്തേക്കൊക്കെ അതിനുള്ള വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇനിയും അടുത്ത ലോഡുകളിൽ നമുക്ക് ഇതേപോലുള്ള ബ്രീഡുകൾ നമ്മൾ പഞ്ചാബിൽ നിന്ന് നമ്മുടെ ലോഡുകൾ വരുന്നുണ്ട്. അതിൽ ജാഫർ ബാദി, നീലി, അങ്ങനെ ഒരുപാട് നല്ല കുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള ഈ നീലരവിയുടെയും അതുപോലെ തന്നെ മെഹ്സനൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ വില ഒന്ന് പറയാമോ? ഇത് ഇച്ചിരി വലിയ കുട്ടിയാണ്. ഇതൊരു 170-150 കിലോ ഭാരമുള്ള കുട്ടിയാണ്. ഇവന് നമ്മളൊരു 30 രൂപ റേഞ്ചാണ് പ്രതീക്ഷിക്കുന്നത്. അതിനേക്കാൾ ഇച്ചിരി ചെറിയ കുട്ടിയാണ്. എല്ലാം നമ്മൾ ഓക്കെ ആയിട്ടുള്ള പക്കാ ബ്രീഡുള്ള കുട്ടിയാണ്. അവന് നമ്മൾ വന്നിട്ട് ഒരു 25 രൂപ റേഞ്ചിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വെച്ചാൽ അത് ഫിക്സ്ഡ് ആയിട്ടുള്ള നമുക്ക് വന്ന എക്സ്പെൻസ് എല്ലാം കൂടെ കണക്ക് കൂടിയിട്ടുള്ള ചാർജാണ്. ഇത് മറ്റുള്ള 50 രൂപ നമ്മൾ നീലിരവിയൊക്കെ ആദ്യം കാണുന്ന സമയത്ത് നമ്മൾ വിളിച്ച് നോക്കുമ്പോൾ 50 രൂപ 60 രൂപ പറഞ്ഞ റേറ്റിൽ പക്ഷേ നമ്മൾ അവിടെ പോയിട്ട് സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഈ ഒരു വില കിട്ടുന്നുണ്ട്. നമ്മൾ ഇനിയും കുട്ടികളെ ഇതുപോലെ നീലിരവി, ജാഫർ ബാദികളെയൊക്കെ
നമ്മൾ എത്തിക്കുന്നതാണ്. കൊടുക്കുന്നുണ്ട്. ഈ മെഴ്സനയുടെ കുട്ടിക്ക് ഏകദേശം റേറ്റ് വരുന്നത്? മേഴ്സന അത്യാവശ്യം 200 കിലോളം ഭാരമുള്ള കുട്ടിയാണ്. അത് 30 രൂപയ്ക്ക് കൊടുക്കുവാണ്. അത്യാവശ്യം വലിയ മേഴ്സനാണ്. അവിടെ ഉണ്ട്, നമുക്ക് കാണിക്കപ്പോൾ അത്യാവശ്യം വലിയൊരു മേഴ്സനാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഏതാണ്? ഇതാണ് നമ്മുടെ ജാഫർബാദി കുട്ടൻ. ഇവ ഹരിയാനന്ന് വന്നാട്ടോ. ഇവൻ്റെ കൊമ്പാണ്, കൊമ്പൊക്കെ ആടുന്ന. ഇത് കൃത്യമായിട്ട് ഇത് താഴത്തേക്ക് ഇടിഞ്ഞിട്ട് മേളിലേക്ക് പൊങ്ങുന്ന കറക്റ്റായിട്ടുള്ള രീതിയിലുള്ളതാണ്. നീലിയല്ല, ഇതുപോലെ നീലി എന്ന് പറഞ്ഞിട്ട് ബ്രീഡുണ്ട്, നേരെ കുത്തനടക്കാം. നീലിയല്ല, ഇത് ജാഫർബാദിയുടെ തന്നെ കറക്റ്റായിട്ടുള്ള നമ്മൾ മാണിക്കനൊക്കെ പോലത്തുള്ളൊരു തലപ്പൊക്കവും ഒക്കെ ഉള്ള ഒരു പോത്തും നല്ല സ്നേഹമുള്ള പോത്താട്ടോ. ഞാനിപ്പോൾ അപ്പുറത്ത് കൊണ്ടുവന്നതിനാണ് ഇവൻ ഈ കരയുന്നത്. ഓക്കെ, ഇത് ഏകദേശം അപ്പോൾ എത്ര നമുക്ക് വലിപ്പം വെക്കും? ഇത് ഗംഭീര വലിപ്പാവില്ലേ? 2 വർഷം കൊണ്ടൊക്കെ നമുക്ക് 2 വർഷം കൊണ്ട് നമുക്ക് 2000 മേളിലേക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് 2 പീസ് നിൽക്കുന്നുള്ളൂ. വരുന്നുണ്ട്, ഇനി വരുന്നുണ്ട്. നമ്മൾ മറ്റേ 2 എണ്ണത്തിന് കൂട്ടത്തിൽ നമ്മൾ ഒരു ജാഫർബാദിനെ ഒരു നീലരവിനെയും കൂടെ ഫാമിൽ നിർത്തുന്നുണ്ട്, വളർത്താനായിട്ട് നിർത്തുന്നുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ നമ്മൾ നിർത്തിയിട്ടുള്ള 2 മുറ ഇനത്തിൽപ്പെട്ട 2 പോത്തുകുട്ടന്മാരുടെ വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇതിനെ നിർത്തി ഇപ്പോൾ വളർത്തി അല്ലെ ആളുകൾ കാണിക്കാനുള്ള എല്ലാ ബ്രീഡുകളും നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മൾ ക്രോസിലുള്ളതിനെ മുറയുടെ കാണിച്ചായിരുന്നു. ഇനിയിപ്പോൾ ഒരു മുറ, ഒരു നീലിരവി, ഒരു ജാഫർബാദി, ഇതിനെ കൂടെ നമ്മളിവിടെ വളർത്തുന്നുണ്ട്. അടുത്ത വർഷത്തേക്കൊക്കെ ഏകദേശം ആവുന്നു, നല്ല രീതിയിലാവും. പിന്നെ നമുക്ക് അറിയാമല്ലോ, സാധാരണ പോത്തുകൾ ആന്ധ്രാപോത്ത്, തമിഴ്നാട് പോത്തൊക്കെ 2 വർഷം കൊണ്ടാണത്. ഇവന് 700 കിലോക്ക് 1 വർഷം കൊണ്ടാവും നമ്മുടെ മുറ. ഇതൊക്കെ അതിൽ ഇവന് പൈസ കൊടുത്താലുള്ള ഗുണം, മറ്റേനേക്കാൾ 5000 കൂടുതൽ കൊടുത്തെടുത്താലുള്ള ഗുണം അത് തന്നെയാണ്. നമ്മൾ ആന്ധ്രാപോത്തും തമിഴ്നാട് പോത്തൊക്കെ നമുക്ക് ആകണതിൻ്റെ നേരെ ഇരട്ടി വലിപ്പം കുറഞ്ഞ സമയത്തിൽ ആവുന്ന പോത്തുകളാണ്. നമുക്ക് വളർത്തുന്നവർക്കും ഒരു ബെനിഫിറ്റ് കിട്ടും, മടുപ്പുണ്ടാവില്ല. പോത്തുകളാകുമ്പോൾ തന്നെ സന്തോഷമില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇതേപോലെ ഇനി അടുത്ത ലോഡുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള അതേപോലെ തന്നെ പല ബ്രീഡിൽപ്പെട്ട കുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സുധീർണൻ്റെ അടിക്കാൻ തന്നെ നമുക്കൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ സുധീർണൻ്റെ ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആവശ്യക്കാർക്കൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.